ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതുമായ വിഷയമാണ് ആയത്തിൽ പരാമൃഷ്ടം. അതുകൊണ്ടാണ് നിർബന്ധിതാവസ്ഥയിൽ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സവിസ്തരം പറഞ്ഞത്. അന്നാളുകളിൽ അത് ഏവർക്കും അറിയപ്പെട്ട വിഷയവുമായിരുന്നു. നമ്മളിവിടെ മുൻ എപ്പിസോഡിൽ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച വിഷയം പറഞ്ഞപ്പോൾ അവരുടെ പാഥേയം തീർന്നുപോയി. അവർ പട്ടിണിയിൽ പൊറുതിമുട്ടി, കൊടിയ വിശപ്പ് അവരെ വേട്ടയാടി. അപ്പോഴാണ് അംബർ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മത്സ്യം സമുദ്രത്തിൽ ചത്തുപൊന്തുന്നത്. അപ്പോൾ ആദ്യം ഇത് ശവമാണെന്ന് പറഞ്ഞു. പക്ഷേ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു നഹ്നു റസൂലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ സബീലില്ലാഹ് വഖദ് ഉത്രിർതും ഫകുലു എന്ന് പറയുണ്ടായി. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലാണ്, ദൂതന്മാരാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുമാണ്. നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, നിർബന്ധിതരാണ്, അതുകൊണ്ട് ഫകുലു നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയണ്ടായി. യഥാർത്ഥത്തിൽ മത്സ്യം ചത്തത് നിർബന്ധിതനാണെങ്കിലും അല്ലെങ്കിലും അനുവദനീയമാണ്. പക്ഷെ മത്സ്യത്തിൻ്റെ ആ വിഷയം അവർക്കറിയുമായിരുന്നില്ല. പക്ഷെ ചത്തത് നിർബന്ധിതാവസ്ഥയിൽ തിന്നാം എന്നത് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന് അറിയാമായിരുന്നു. കൂടെയുള്ളവരോട് അദ്ദേഹം അത് ഉണർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം, ചത്തത് തിന്നാം എന്നുള്ളത് പ്രസിദ്ധമാണ്. എന്നാൽ അതുപോലെ തന്നെ മറ്റു ഉപയോഗങ്ങളും നിർബന്ധിതമാണ് എങ്കിൽ ആകാവുന്നതാണ്. അബൂ സഅലബ അൽ ഖുശനി റളിയല്ലാഹു തആല അൻഹു തിരുസവിധത്തിലെത്തി ചില ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു ചരിത്രമുണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൽ ശവം തിന്നുന്നതുമായി ബന്ധപ്പെട്ട ഒരു മസാല പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ തിന്നാൻ അല്ലാതെ മറ്റ് നിർബന്ധിതാവസ്ഥകളിൽ നിഷിദ്ധം ഉപയോഗപ്പെടുത്തുന്ന വിഷയവും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനതിവിടെ ഉണർത്തുന്നത്. അബൂ സഅലബ അൽ ഖുശനി തീർത്തും ഗ്രാമീണനായ മനുഷ്യനാണ്. തിരുസവിധത്തിൽ വന്ന അദ്ദേഹം യാ റസൂലല്ലാഹ് ഇന്ന ലീ കിലാബൻ മുകല്ലബതൻ ഫഅഫ്തിനി ഫീ സൈദിഹ, തിരുദൂതരെ നായാട്ട് അഭ്യസിക്കപ്പെട്ട നായകൾ എനിക്കുണ്ട്, അതുകൊണ്ട് വേട്ടയാടുന്ന വിഷയത്തിൽ ഫത്വ തരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ കാന ലക കിലാബുൻ മുകല്ലബതുൻ ഫകുൽ മിമ്മാ അംസകത് അലൈക്, നായാട്ട് പഠിപ്പിക്കപ്പെട്ട നായ്ക്കളാണ് ഉള്ളതെങ്കിൽ അവ കൊണ്ടുവരുന്നത് താങ്കൾ ഭക്ഷിച്ചോളൂ. അപ്പോൾ അദ്ദേഹം യാ റസൂലല്ലാഹ് ദക്കിയുൻ വഗൈറു ദക്കി, നായാടി പിടിക്കപ്പെട്ട ഉരു ചിലപ്പം അറക്കാൻ ജീവനുള്ള അവസ്ഥയിലായിരിക്കും, ചിലപ്പോൾ അത് അറക്കാൻ പറ്റാതെ അതിനു മുമ്പ് തന്നെ ചത്തിരിക്കും. രണ്ടാണെങ്കിലും തിന്നാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദക്കിയുൻ വഗൈറു ദക്കിയിൻ, നായാടിയ മൃഗം അതിനെ അറക്കാൻ പറ്റിയാലും അറക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഭക്ഷിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നായാടി വേട്ടമൃഗം കൊണ്ടുവരുന്നത് ചിലപ്പോൾ ചത്തിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ ഇതുപോലെ നായാടാൻ അഭ്യസിപ്പിച്ച വേട്ടമൃഗത്തെ ബിസ്മി ചൊല്ലി വിട്ടാൽ ആ വേട്ടമൃഗം കൊണ്ടുവരുന്നത് ചത്താലും ഭക്ഷിക്കാം. ജീവനോട് കൂടിയാണ് തൻ്റെ മുമ്പിലുള്ളത് എങ്കിൽ അതിനെ ബിസ്മി ചൊല്ലി അറക്കണം എന്നുള്ളതാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് വൈൻ ഖതൽന, ഈ നായാട്ട് നായ്ക്കൾ വേട്ടമൃഗത്തെ ഉരുവിനെ കൊന്നിട്ടുണ്ടെങ്കിലും, അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത് വൈൻ ഖതൽന, കൊന്നിട്ടുണ്ടെങ്കിലും. ഏതായാലും ഈ സംസാരത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഉണർത്തി. ഉരു അത് വൈൻ തഗയ്യബ അൻക, അബൂ സഅലബ ചോദിക്കുന്നുണ്ട് വൈൻ തഗയ്യബ അന്നി, വേട്ടയാടപ്പെട്ട മൃഗം ഉരു അത് എന്നിൽ നിന്ന് അപ്രത്യക്ഷമായാലും തിന്നാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ വൈൻ തഗയ്യബ അൻക, കൺമുമ്പിൽ വെച്ചല്ല വേട്ടയാടപ്പെട്ടത്, പിന്നെയോ കൺമറഞ്ഞ നിലക്കാണ്, എങ്കിലും തിന്നാം. മാലം യജിദ് ഫീഹി അസറ സഹ്മിൻ ഗൈറ സഹ്മിക്, നിങ്ങൾ അമ്പെയ്തു, ആ അമ്പിൻ്റെ അടയാളം അതിൽ കാണുന്നില്ല, മറ്റൊരാളുടെ അമ്പിൻ്റെ അടയാളമാണ് കാണുന്നത് എങ്കിൽ അപ്പം നിങ്ങൾ തിന്നാൻ പാടുള്ളതല്ല, കാരണം അത് അയാളുടേതാണ്. പിന്നെ പറഞ്ഞു ഔ തജിദുഹു ഖദ് സൽ, ഈ ഉരു നായാടപ്പെട്ടത് അത് ചത്ത് ജീർണിച്ചതായിട്ട് കാണുകയാണ് എങ്കിൽ അപ്പോഴും തിന്നാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ വേട്ടയാടപ്പെട്ടത് ഉടനെ ലഭിച്ചാൽ ജീർണിക്കാത്ത അവസ്ഥയിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു. ഞാനിതിവിടെ ഉദ്ധരിച്ചത് ബിസ്മി ചൊല്ലി നായാട്ട് അഭ്യസിപ്പിക്കപ്പെട്ട മൃഗങ്ങളെ വിട്ട് വേട്ടയാടുന്നത് ഭക്ഷ്യയോഗ്യമാണ്, അത് ചത്തതാണെങ്കിലും ശരി എന്ന് മനസ്സിലാക്കാനാണ്. ഇതിൻ്റെ തുടർച്ചയിൽ അബൂ സഅലബ പറയുന്നുണ്ട്, അതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം. യാ റസൂലല്ലാഹ് അഫ്തിന ഫി ആനിയത്തിൽ മജൂസ് ഇദ തുരിർന ഇലൈഹ,
മജൂസികളുടെ പാത്രങ്ങളുടെ വിഷയത്തിൽ ഫത്വ പറഞ്ഞാലും ഞങ്ങളത് ഉപയോഗിക്കുവാൻ നിർബന്ധിതമായാൽ, കാരണം മജൂസികളുടെ പാത്രങ്ങളിൽ അവർ പന്നിയിറച്ചി വേവിക്കും, അവർ മദ്യം നിർമ്മിക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് തിന്നാൻ അത് ഉപയോഗപ്പെടുത്താൻ നിർബന്ധിതമായാൽ, കാരണം അന്നത്തെ പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഈ പന്നിയിറച്ചിയും മദ്യവും ഒക്കെ സംശീകരിക്കും വിധം ഉള്ള പാത്രങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദ തുരിർതും ഇലൈഹ ഫഗ്സിലൂഹ ബിൽമാ വത്ബുഖു ഫീഹ. അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ നിങ്ങൾ നിർബന്ധിതരായാൽ അവ നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് കഴുകുക, എന്നിട്ട് അതിൽ പാചകം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇതര ഉപയോഗങ്ങൾക്ക് നിർബന്ധിതനാകുന്ന വിഷയങ്ങളും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിന്നുന്ന വിഷയത്തിൽ മാത്രമല്ല, നിഷിദ്ധങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ അനുവദനീയമാകുക എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ, ചോരയുടെ വിഷയം നമ്മൾ പറഞ്ഞു. ഒഴുക്കപ്പെട്ട ചോര നിഷിദ്ധമാണ്. ശരീരത്തിലായിരിക്കെ, നരമ്പുകളിലായിരിക്കെ, ഹൃദയത്തിലൊക്കെ ആയിരിക്കെ ഉള്ള രക്തം അത് നജസാകൂല. എന്നാൽ അത് ശരീരത്തിൽ നിന്ന് എടുക്കപ്പെട്ടാൽ നജസായി. അതാണ് അദ്ദമുൽ മസ്ഫൂഹ്. ഇമാം ഇബ്നുൽ അബ്ദിൽ ബർ ഈ രക്തം നജസാണ് എന്നതിൽ ഇജ്മാ വരെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തെടുക്കുന്നത്, അതേപോലെ രക്തം വലിച്ചെടുക്കുന്നതൊക്കെ അദ്ദമുൽ മസ്ഫൂഹാണ്, അത് നിഷിദ്ധമാണ്. പക്ഷേ രക്തദാനം ചെയ്യുന്ന വിഷയം അത് അനുവദനീയവും പുണ്യവുമാണ് ദീനിൻ്റെ ദൃഷ്ടിയിൽ. അതെന്തുകൊണ്ട്? ദാനം ചെയ്യുന്ന വ്യക്തിക്കും രക്തമെടുക്കുന്ന ഭിഷഗുരന്മാർക്കും രക്തം ഏൽക്കുന്ന രോഗിക്കും ഒരു കുറ്റവും പ്രശ്നവുമില്ല. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ, ആധുനികർ ഏകോപിച്ച മസ്അലയാണ്. എന്തുകൊണ്ട് അദ്ദമുൽ മസ്ഫൂഹ് ദാനം ചെയ്യുന്നു? അതിൻ്റെ തെളിവ് നമ്മുടെ ഈ വചനമാണ്. ഫമനി തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി. നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം അനുവദനീയമാണ്. രക്തദാനം നിർവഹിക്കേണ്ടി വരുന്നത് നിർബന്ധിതാവസ്ഥയിലാണ്. നിർബന്ധിതാവസ്ഥകളിൽ ഉപയോഗപ്പെടുത്താനാണ്. ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ അത് മുഴു ലോകരെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമായ പുണ്യമാണ്. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ആയത്ത് തേടുന്ന തത്വമാണ് അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്. ഇതുപോലത്തെ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ ശരീരത്തിൽ നിന്നെടുക്കപ്പെട്ട രക്തം അദ്ദമുൽ മസ്ഫൂഹ് അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഏതായാലും ഇവിടെ ഈ ഒരു വിഷയം, നിർബന്ധിതാവസ്ഥയുടെ തേട്ടങ്ങളും വിധികളും നിബന്ധനകളുമൊക്കെ വിശദമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നിദാന ശാസ്ത്ര വിഷയങ്ങളിലുമൊക്കെ പ്രതിപാദ്യമായിട്ടുള്ള ഒരു മഹൽ വിഷയമാണ്. ചില സുപ്രധാനമായ വിഷയങ്ങളിലേക്ക് ഈ എപ്പിസോഡിൽ വെളിച്ചം വീശി എന്ന് മാത്രം.